نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير سنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. والفجر وليال عشر والشفع والوتر. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പെരുന്നാളൊക്കെയാണ്. പെരുന്നാളിന് വസ്ത്രമെടുക്കും. ആ സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രം എടുക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഷോപ്പിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ 10 ദിവസത്തിന് മാത്രം, 5 ദിവസത്തിന് മാത്രം എന്നുള്ള രൂപത്തിൽ വലിയ ഒരു ഓഫർ വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും പിന്നെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? വലിയ തിരക്കുണ്ടാകും അല്ലേ? വലിയ തിരക്കുണ്ടാകും. കാരണം എന്താണ്? ആ ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആ ബ്രാൻഡിലുള്ള ഷർട്ട് കിട്ടണമെങ്കിൽ, ആ ബ്രാൻഡിലുള്ള വസ്ത്രം കിട്ടണമെങ്കിൽ അതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കണം. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ എന്ത് ചെയ്യും? അത് ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കും. ദുനിയാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതേപോലെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ലിമിറ്റഡ് ആയിട്ടുള്ള സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ലിമിറ്റഡ് ആയിട്ടുള്ള മണിക്കൂറുകൾ പറഞ്ഞിട്ടുണ്ട്, മാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയതാണ്. ഇന്ന അദ്ദത അശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ അത് പവിത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 31-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൽ മുതവാലിയാത്ത്, ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം വറജബ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്നുള്ളതാണ്. ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്നുള്ളതിൽ ഈ മാസങ്ങളിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിലാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ഈ ദുൽഹിജ്ജ മാസത്തിൽ തന്നെയും ഏറ്റവും പവിത്രമായിട്ടുള്ള ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ദിവസങ്ങളാണിത്. ഞാൻ ഓതി വച്ച ആയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനഃപ്പാടമുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകൾ തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത്, അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ കമാ ഖാലഹാ ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈരി വാഹിദിൻ മിനസ് സലഫ് വൽ ഖലഫ്. ഈ വലയാലിൻ അശ്ർ എന്ന് ഉദ്ദേശിക്കുന്നത് അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെയാണ്. അതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങി മുൻഗാമികളും പിൻഗാമികളുമായിട്ടുള്ള അനേകം ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇത് ആദ്യത്തെ ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിവസങ്ങളെ പറ്റിയാണ് വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത് എന്നാണ്. വശഫഇ വൽ വതർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. അതിനൊരു വ്യാഖ്യാനം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത്, അന്നൽ വത്ര യൗമ അറഫ, അറഫ ദിനമാണ് ദുൽഹിജ്ജ 9, ഒറ്റ എന്ന് പറഞ്ഞാൽ ലികൗനിഹി അത്താസിഅ, വഅന്ന ശഫഅ യൗമുൻ നഹർ ലികൗനിഹി അൽ ആശിർ, ബലിപ്പെരുന്നാളിന്റെ ദിവസമാണ്, ബലിയുടെ ദിവസമാണ് ഇരട്ട എന്ന് പറഞ്ഞത്. 2 ആയത്തുകളിൽ അടുത്തടുത്തായിട്ട് വന്നു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങി ഇക്രിമ റളിയല്ലാഹു അൻഹു തുടങ്ങി അനേകം മുഫസ്സിറുകളുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പോലും പ്രത്യേകം എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വളരെ പവിത്രമായിട്ടുള്ള മാസമായിട്ടുള്ള ദുൽഹിജ്ജയുടെ ആദ്യത്തെ വളരെ പവിത്രമായിട്ടുള്ള ആദ്യത്തെ 10-ലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അതിന് ഇത്ര പ്രതിഫലം, ഇത്ര പ്രാധാന്യം എന്നുള്ളത് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് പറയുന്നു, വല്ലദി യദ്ഹർ അന്ന സബബ ഫീ ഇംതിയാസി അശ്ർ ദുൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ, എല്ലാ ഇസ്ലാമിലെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്നു ഈ 10 ദിനങ്ങളിൽ. ഏതൊക്കെയാണത്? വഹിയ സ്വലാ വസ്വിയാം വസ്വദഖ വൽ ഹജ്ജ്, നമസ്കാരമുണ്ടതിൽ, നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കും,
സ്വതക്ക നൽകാൻ സാധിക്കും. അതേപോലെ ഹജ്ജും അതിലുണ്ട്. മറ്റൊരു ദിവസങ്ങളിലും ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് പ്രാധാന്യമേറുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിനരാത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മൽ അമലു, പ്രവാചകൻ പറഞ്ഞു, അന്നഹു ഖാൽ മൽ അമലു ഫിൽ അയ്യാമിൽ അശർ അഫ്ദല മിനൽ അമലി ഫീ ഹാദിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു പ്രവർത്തനവും ശ്രേഷ്ഠമായതില്ല. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് ശ്രേഷ്ഠത കൂടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്ന സമയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നു, വലൽ ജിഹാദ്, ജിഹാദുമില്ലേ റസൂലേ എന്ന്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലൽ ജിഹാദ്, ജിഹാദുമില്ല എന്ന്. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ജിഹാദുമില്ല, ജിഹാദുമില്ല. എന്നാൽ ജിഹാദുണ്ട്. എങ്ങനെയാണെങ്കിൽ ഒരാൾ ജിഹാദിന് പോകുന്നു, ആ ജിഹാദിൽ, ആ യുദ്ധത്തിൽ അയാളുടെ ശരീരവും നഷ്ടപ്പെടുന്നു, അയാളുടെ സമ്പത്തും നഷ്ടപ്പെടുന്നു എങ്കിൽ അത് ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ്, അല്ല എങ്കിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലങ്കാരികമായിട്ടല്ല ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അവസരത്തിൽ പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അയ്യാമിൻ അഅമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസവുമില്ല, അതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. നിങ്ങൾ തഹ്ലീൽ വർദ്ധിപ്പിക്കണം, തക്ബീർ വർദ്ധിപ്പിക്കണം, തഹ്മീദ് വർദ്ധിപ്പിക്കണം, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വർദ്ധിപ്പിക്കുക, സുബ്ഹാനല്ലാഹ് എന്നുള്ളത് വർദ്ധിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അയ്യുൽ അഅമാലി അഫ്ദൽ, പ്രവാചകരെ ഏതാണ് കർമ്മങ്ങളിൽ അഫ്ദലായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാനുൻ ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലുമുള്ള ഈമാനാണ്, വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം ഒരു നാവിലുള്ള വിശ്വാസമല്ല. ഈമാൻ തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, വഇഖറാറുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, വഅമലുൻ ബിൽ ജവാരി ബിമൂജിബി ദാലിക്, അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തണം, പ്രവൃത്തിയിൽ അതുണ്ടാകണം എന്നുള്ളതാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവൻ മനസ്സുകൊണ്ട് അംഗീകരിക്കണം, നാവ് കൊണ്ട് പറയണം. അതേ സമയത്ത് അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് ഇബാദത്തിന്റെ ഇനങ്ങള്, പ്രാർത്ഥന, നേർച്ച പോലെയുള്ള ഇബാദത്തുകളുടെ ഇനങ്ങള് അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിക്കുകയാണെങ്കിൽ അവന്റെ ഈമാൻ ശരിയാവുകയില്ല എന്നുള്ളതാണ്. ഈ ഈമാൻ ആദ്യമായി ശരിയാകണം. അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള കാര്യം, അതാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകനെ അതിനുശേഷം ഏതാണ് അഫ്ദലായിട്ടുള്ള കാര്യം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹജ്ജും മബ്റൂർ,
പുണ്യകരമായ ഹജ്ജ് എന്നുള്ളതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹജ്ജിനേക്കാൾ പുണ്യം എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ 10 ദിവസങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നുള്ളത്. ഏതെങ്കിലും സമയത്ത് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ പോരാ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ പോരാ, അല്ലാഹു അക്ബർ പറഞ്ഞാൽ പോരാ. നമ്മുടെ കഴിവിന്റെ പരമാവധി ഈ 10 ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ജിഹാദിനേക്കാൾ പുണ്യം ലഭിക്കുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പല അവസരങ്ങളും കേൾക്കാറുണ്ട്. ആ അവസരങ്ങൾ കേട്ടുകൊണ്ട് തള്ളുന്നവരാകരുത് നമ്മള് ഈ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾ, അതിലെന്തെങ്കിലും ഓഫർ ലഭിച്ചാൽ, അതിലെന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചാൽ, ആനുകൂല്യം ലഭിക്കുമെന്ന് കേട്ടാൽ അവിടേക്ക് ഓടിപ്പാഞ്ഞ് അതെടുക്കുന്ന ആളുകളാണ് നമ്മൾ. അതിന്റെ ഒരു പകുതിയെങ്കിലും ഒരു ആവേശം ദുനിയവിയായ കാര്യങ്ങൾക്കപ്പുറം ഉഖ്റവിയായ കാര്യങ്ങളിൽ ആനുകൂല്യം ലഭിക്കുന്ന അവസരങ്ങൾ അല്ലാഹു തആല പ്രത്യേകമായ ഫضലുണ്ട് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ഫضലുണ്ട് എന്ന് പറയുന്ന സമയങ്ങൾ, ആ പ്രവർത്തനങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള ജാഗ്രത, ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന്, എന്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട, ലിമിറ്റഡ് ആയിട്ടുള്ള, ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസങ്ങളാണ് എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുമാണ് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നേടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഹജ്ജും ഉംറയുമാണ്. അതിനിപ്പോൾ നമുക്ക് അവസരം ലഭിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉംറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉംറ ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറയും മറ്റൊരു ഉംറയും തമ്മിലുള്ള ഇടയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു തആല പൊറുക്കുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ ഒരു പ്രതിഫലവുമില്ല. സ്വർഗ്ഗം ഉറപ്പാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം നമസ്കാരമാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള കർമ്മങ്ങൾ, ആദ്യത്തെ കാര്യം നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് തീരുമാനിക്കുന്ന ആദ്യത്തെ കാര്യം നമസ്കാരമാണ്. നമസ്കാരത്തിൽ വളരെ ശ്രദ്ധ പാലിക്കുക. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ ധാരാളമായി മനഃപൂർവ്വം എന്ത് ചെയ്യുക? ഈ ദിവസങ്ങളിൽ ആ നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നമസ്കരിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം നോമ്പനുഷ്ഠിക്കുക. 9 ദിവസവും നോമ്പനുഷ്ഠിക്കുന്നതാണ്, നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിൽ 9 നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അറഫ നോമ്പ്, 9ാമത്തെ ദിവസത്തിലുള്ള നോമ്പിനെ പറ്റിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ നോമ്പിനെ സംബന്ധിച്ച്, അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ, യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. ഇത് നമ്മൾ കേൾക്കുന്നതാണ് എങ്കിലും നിങ്ങൾ പരിശോധിക്കുക, എത്ര ആളുകൾ നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടാവും. ദുൽഹിജ്ജ 9-നാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, അടുത്ത വെള്ളിയാഴ്ച. അന്ന് ആർക്കൊക്കെ നോമ്പുണ്ടാവും നിങ്ങൾ പരിശോധിക്ക്. അപ്പൊ അറിയാം നമ്മുടെ ഈമാൻ, നമ്മുടെ അമലുകളിലേക്കുള്ള നമ്മുടെ ആവേശം എത്രത്തോളം അളക്കാൻ പറ്റും. കാരണം ഇനി അടുത്ത കൊല്ലാണ് അതിന്റെ ചാൻസ് ഉള്ളൂ. അങ്ങനെയും അടുത്ത കൊല്ലം വരെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളത് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മളെ നയിക്കേണ്ടത് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഇന്ന് മരണപ്പെടുകയാണെങ്കിൽ ഇന്ന് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം, ഒരുങ്ങണം. അതിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആ രൂപത്തിൽ ഒരുങ്ങണം. എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ആ രൂപത്തിൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയായിട്ടുള്ള ഒരു കാര്യം, ചെറിയ ഒരു കാര്യത്തെ പോലെ എന്ത് ചെയ്യരുത്, നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ, തന്റെ സഹോദരനെ കാണുമ്പോൾ ഒരു പുഞ്ചിരിക്കൂലേ, ചിരിക്കൂലേ? അതിന് ചില ആളുകൾക്ക് ഭയങ്കര എനർജി ചെലവാക്കുന്നത് പോലെയാണ് തോന്നുക. പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്, പുഞ്ചിരിക്കുന്നത് നന്മയാണ്. അതുപോലെ നിങ്ങൾ വിട്ടുപോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതേപോലെ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാനുള്ള വലിയ അവസരമാണ്, ഇസ്തിഗ്ഫാർ നടത്താനുള്ള അവസരമാണ്. വതൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. അത്തൈബു മിനദ്ദംബ് കമൻ ലാ ദംബ ലഹു, പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പാപങ്ങളില്ലാത്തവനെ പോലെയായി തീരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം പശ്ചാത്തപിക്കുന്ന ആളുകളെയാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമുള്ള ആളുകൾ തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞത്, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, 4 വാക്കുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ. ഒന്ന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നേരത്തെ പറഞ്ഞ അക്സിറു ഫീഹാ തക്ബീർ വത്തഹ്ലീൽ വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ നാം ഈ 10 ദിവസങ്ങളിൽ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ഓരോ സമയത്തും ഈ 10 ദിവസങ്ങൾ കഴിയുന്നതുവരെ, പെരുന്നാൾ കഴിയുന്നതുവരെ ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള മനഃപൂർവമായിട്ടുള്ള പരിശ്രമം. എന്തുകൊണ്ടാണ് ഈ പ്രാധാന്യത്തോടെ പറയണമെന്നറിയോ? എന്തുകൊണ്ടാണ് ഈ പ്രാധാന്യത്തോടെ പറയുന്നത് അറിയോ? റമദാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഈ വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മളോ, നമുക്ക് സാധാരണയായിട്ടുള്ള ഒരു ദിനരാത്രങ്ങളായിട്ട് അതങ്ങനെ ഫീൽ ചെയ്ത് അതങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ ഈ വർഷം എന്ത് ചെയ്യരുത്, അതുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ ആവേശം കാണിക്കുവാൻ, നന്മയിൽ സംതൃപ്തി കണ്ടെത്തുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.